ഹലോ, ഇത് നല്ലൊരു ഉപ്പുമാവ് വീഡിയോ ആയാലോ? നമ്മൾ രാവിലെ എണീക്കാൻ വൈകി അല്ലെങ്കിൽ മടിയുള്ള ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ പറ്റിയൊരു വിഭവമാണ് ഈ ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാന് വയ്ക്കുക, അതൊന്ന് ചൂടായതിന് ശേഷം റവ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 1 ഗ്ലാസ് റവയാണ് ഇടുന്നത്. അത് നന്നായിട്ട് വറുക്കുക എന്ന് വെച്ചാൽ ബ്രൗൺ നിറാവണ്ട, അതിൻ്റെ ഒരു സ്മെല്ല് മാറിക്കഴിയുമ്പോൾ ഒരു റോസ്റ്റ് ആയ മണം വരുമ്പോൾ തന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. അല്ലാത്ത പക്ഷം ആ ചീനച്ചട്ടിയിൽ ഇരുന്നിട്ട് അത് അടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ചീനച്ചട്ടി വീണ്ടും വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പച്ചക്കറി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ പച്ചക്കറി എന്ന് വെച്ചാൽ സവാളയും ക്യാരറ്റും മാത്രമാണ് ഇടുന്നത്. ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാലും നല്ലതാണ്. ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഉപ്പിടുന്നത് എടുക്കാൻ മറന്നുപോയി വീഡിയോയിൽ. അതിന് കൂടെ മഞ്ഞപ്പൊടി വേണ്ടവർക്ക്, ഉപ്പുമാവും മഞ്ഞ വേണ്ടവർക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1.25 വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉപ്പുമാവ് വെച്ച് അങ്ങോട്ടോ തിരിയുമ്പോഴേക്കും വെള്ളം തിളച്ച് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെച്ച് കൊടുക്കാം. കുഴഞ്ഞ ഉപ്പുമാവ് വേണ്ടവർക്ക് 2 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. നെയ്യിട്ട് കൊടുത്ത ഉപ്പുമാവ് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് വരും. ഇത് തിളച്ചതിന് ശേഷം ഈ റവ കൊട്ടി കൊടുക്കുക. റവ കൊട്ടി കൊടുത്ത് ഒരു 5 സെക്കൻഡിന് ശേഷം ഇളക്കി കൊടുക്കുക കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കട്ട പിടിക്കാനായിട്ട്, അതായത് കട്ടയായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് വെള്ളം വറ്റി ഇതായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചെറുപയർ ഉപ്പേരി സാമ്പാറുമാണ് എടുക്കുന്നത്. പൊതുവേ ബോംബെ റവ അത്ര ഹെൽത്തിന് നല്ലതല്ല എന്ന് പറയുമെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാൽ നല്ലൊരു പ്രോട്ടീൻ റിച്ചും അതുപോലെ തന്നെ ഫൈബർ റിച്ചൊക്കെ ആയിട്ടുള്ള നല്ലൊരു വിഭവം തന്നെയാണ് ഈ ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഉപ്പുമാവിൻ്റെ കൂടെ എന്താണ് കഴിക്കുന്നതെന്ന് പറയാം. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.